മർക്കോസ് 8:2. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ വായ്മൊഴികളെ കേൾക്കാൻ തടിച്ചുകൂടിയിരുന്നു. അവർ ഭക്ഷണവും വിശപ്പുമൊക്കെ മറന്ന് യേശു പറയുന്നത് കേട്ട് ആത്മാവിൽ പുഷ്ടി പ്രാപിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യേശുവിന് അവരുടെ സ്ഥിതി നന്നായി അറിയുമായിരുന്നത് കൊണ്ട് അവരോട് അലിവ് തോന്നി. ഏകദേശം 4000 പേർക്ക് 7 അപ്പവും കുറെ ചെറിയ മീനും ഉണ്ടായിരുന്നതിനെ കർത്താവ് അനുഗ്രഹിച്ചു നൽകി. കർത്താവിൻ്റെ അനുഗ്രഹം അപ്പമീനുകളുടെ മേൽ വന്നതുകൊണ്ട് അത് വർദ്ധിച്ചു. 4000 പേർ ഭക്ഷിച്ചു തൃപ്തരായി എന്നു മാത്രമല്ല 7 വട്ടി നിറച്ച് ബാക്കിയെടുക്കുവാനും സാധിച്ചു. തൻ്റെ കൂടെ 3 ദിവസം ഇരുന്ന ജനത്തോട് മനസ്സലിഞ്ഞ ദൈവം നമ്മുടെ ഇല്ലായ്മകൾ, കുറവുകൾ, ശൂന്യത ഒക്കെ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ നമ്മോടും മനസ്സലിയുക തന്നെ ചെയ്യും. ഒരു നന്മയും പറയുവാനില്ലാത്ത നമുക്ക് പരസ്പരം മനസ്സലിവ് തോന്നുന്നു എങ്കിൽ സർവശക്തനായ ദൈവത്തിന്, നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മോട് എത്രയധികം മനസ്സലിവ് തോന്നും. മനസ്സലിഞ്ഞ് വെറുതെ ഇരിക്കില്ല നമ്മുടെ കർത്താവ്. എവിടെയാണോ നിറവ് വേണ്ടത്, എവിടെയാണോ ആശ്വാസം വേണ്ടത്, അത് നൽകി നമ്മെ തൃപ്തരാക്കും. മനുഷ്യർക്ക് മനസ്സലിവ് തോന്നാത്തിടത്ത് സ്വർഗീയ പിതാവ് മനസ്സലിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 7:13 നയീൻ പട്ടണത്തിലെ വിധവയെക്കുറിച്ച് നാം വായിക്കുന്നു. വിധവയുടെ മകൻ്റെ മരവിച്ച ശരീരവുമായി അവർ കല്ലറയിലേക്ക് പോകുമ്പോൾ അവളോട് മനസ്സലിഞ്ഞ് അവളുടെ മകനെ ഉയർപ്പിച്ച് മാതാവിന് മടക്കി കൊടുത്തു. വിധവയായ സ്ത്രീ ഏകജാതനായ മകൻ കൂടി നഷ്ടപ്പെട്ടപ്പോൾ തകർന്ന ആ മാതൃഹൃദയത്തിൻ്റെ വിങ്ങൽ, നിലവിളി മനസ്സിലാക്കിയ യേശുവിന് മനസ്സലിഞ്ഞു. നമ്മുടെ ഏകാന്തത, ഒറ്റപ്പിടിയിൽ, നിസ്സഹായാവസ്ഥയൊക്കെ കണ്ടിട്ട് അതിന് പ്രതിവിധി കൽപ്പിക്കാതെ കടന്നു പോകുന്ന ക്രൂരനായ ഒരു ദൈവമല്ല നമ്മുടെ സ്വർഗീയ പിതാവ്. എല്ലാവരെയും നന്നായി അറിയുന്ന, തൻ്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ് മനസ്സലിഞ്ഞ് അവരെ വിടുവിക്കുന്ന, അവർ അനേകർക്ക് ആശ്വാസമായി തീരത്തക്കവണ്ണം അവരെ അനുഗ്രഹിച്ച് ശക്തീകരിക്കുന്നവനാണ് യേശു കർത്താവ്. മനസ്സലിവുള്ള യേശു കർത്താവിൻ്റെ കൈകളിലേക്ക് നമുക്ക് നമ്മുടെ ശൂന്യതകളെ, നിസ്സഹായാവസ്ഥകളെ നൽകാം. ജയാളികളായി നമ്മെ കർത്താവ് മാറ്റും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളെ മുറ്റുമായി തിരുക്കരങ്ങളിൽ തരുന്നു. ഞങ്ങളോട് മനസ്സലിയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലെസ് us all.